രാജ്യത്ത് വോട്ടുകൊള്ള നടക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അതിനുള്ള തെളിവും ഈ രാജ്യത്തിന് മുന്നിൽ നിരത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി വോട്ടർ അധികാർ യാത്രയുമായി ബീഹാറിന്റെ മണ്ണിലൂടെ കുതിച്ചു വരുന്നത്. പക്ഷെ അപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല എന്ന മട്ടിൽ പിന്നെയും വോട്ട് ചോർച്ച നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. പുറത്തു വരുന്ന ഓരോ കണക്കുകളും തെളിയിക്കുന്നതും കാണിക്കുന്നതും അതുതന്നെയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ വീണ്ടും അട്ടിമറി നടന്നു എന്നുള്ളതാണ്. ആ അട്ടിമറിയെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ വോട്ടധികാർ യാത്രയുമായിട്ട് ഓരോരുത്തർക്കും ഓരോ വോട്ട് എന്ന് പറഞ്ഞു നടക്കുന്നത്. എന്താണെങ്കിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ NDAയുടെ നേട്ടത്തിനായി ഉത്തർപ്രദേശിൽ നിന്ന് 5000-ലധികം ആളുകളെ ബീഹാറിലെ ഒരു സമീപ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ആരോപിക്കുന്നത്. എന്നാൽ ഇവിടെ 11ാം ദിവസം അങ്കത്തട്ടിലേക്ക് രാഹുലിനൊപ്പം ബുള്ളറ്റും എടുത്ത് പ്രിയങ്ക കാലുകുത്തുകയായിരുന്നു. അതിന് പിന്നാലെ കാര്യങ്ങളുടെ ഗതി വീണ്ടും മാറിമറിയുകയും ചെയ്തു. ഈ 5000 വോട്ടുകളുടെ ക്രമക്കേടിനെ കുറിച്ച് ആഞ്ഞടിക്കുകയാണ് ഇതോടൊപ്പം പ്രിയങ്കയോടൊപ്പം ഇന്ത്യ സഖ്യവും. ചൊവ്വാഴ്ച മധുബാനി ജില്ലയിലെ ഫുൽപരസിൽ നടന്ന പത്രസമ്മേളനത്തിൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി രൺദീപ് സുർജേവാലയും RJD MP മനോജ് കുമാർ ഝായുമാണ് ആരോപണം ഉന്നയിച്ചത്. UPയിലെ കുഷിനഗർ ജില്ലയിലെ ഗദ്ദ നിയോജക മണ്ഡലത്തിലെ വോട്ടറായിരുന്ന ഒരാൾ ബീഹാറിലും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായി ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പശ്ചിമ ചമ്പാരൻ ജില്ലയിലെ വാൽമീകി നഗർ നിയമസഭാ മണ്ഡലത്തിലാണ് സംശയാസ്പദമായ വോട്ടർമാർ കൂടുതലും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നും അവർ ആരോപിക്കുന്നുണ്ട്. എന്നാൽ വെസ്റ്റ് ചമ്പാരൻ ജില്ലാ ഭരണകൂടം ഈ അവകാശവാദം നിഷേധിക്കുകയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസ് ഇറക്കിയ പ്രസ്താവനയിൽ പങ്കുവെക്കുകയും ചെയ്തു. ഇത് ഓഗസ്റ്റ് 1-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച ഒരു വോട്ടർ പട്ടികയാണ്, അന്തിമ പട്ടികയല്ല. കരട് പട്ടികയുടെ ഉദ്ദേശം തന്നെ ഇരട്ടിപ്പ് അല്ലെങ്കിൽ മറ്റ് പൊരുത്തക്കേടുകൾ സംബന്ധിച്ച അവകാശവാദങ്ങളും എതിർപ്പുകളും ക്ഷണിക്കുക എന്നതാണ് പ്രസ്താവനയിൽ പറയുന്നത്. വാൽമീകി നഗറിൽ നദികളുടെ ഗതിയിലെ മാറ്റം കാരണം ആളുകൾ പലപ്പോഴും വിലാസം മാറ്റാൻ നിർബന്ധിതരാകുന്നതായും ഇത് ഒരാൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിലേക്ക് നയിക്കുന്നു. അത്തരം പൊരുത്തക്കേടുകൾ ഇല്ലാതാക്കാനായിട്ടാണ് പ്രത്യേക തീവ്രമായ പുനരവലോകനം ലക്ഷ്യമിടുന്നത്. സുർജേവാലയും ഝായും പരാമർശിച്ച ഗദ്ദ വോട്ടറായ ചേതി റാമിനെ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും UP നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നതിനുള്ള അപേക്ഷ അദ്ദേഹം ഇതിനകം നൽകിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ജില്ലാ ഭരണകൂടമാണ് ഇത് വ്യക്തമാക്കുന്നത്. UPയിൽ നിന്നൊക്കെ വോട്ട് ചേർത്തുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരു വോട്ട് കൊള്ളയുണ്ടോ എന്നതാണ് ചോദിക്കാനുള്ളത്. ഇവിടെ ഒരാളുടെ കണക്കുകൾ കൃത്യമെങ്കിൽ ബാക്കി 5000 പേരെങ്ങനെ എന്നുള്ള ചോദ്യത്തിനും കൃത്യമായ ഉത്തരം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാധ്യസ്ഥരാണ്.